Welcome dear students to my next class. In this class we can discuss about the topic grievances. We have already seen the topic grievances in many topics. Now we can explain grievances, dissatisfaction, complaint, etc. Dissatisfaction means anything that disturb an employee, whether or not the unrest is expressed in words. That is dissatisfaction. Anything that disturbs an employee, whether or not the unrest is expressed in words. Dissatisfaction എന്ന് പറഞ്ഞാൽ whenever an employee feels any disturbances or dissatisfaction, it may unrest him is called dissatisfaction. അപ്പോൾ ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയിക്ക് വർക്ക് പ്ലേസിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാണ്. ആ ഡിസ്റ്റർബൻസ് അയാൾ എക്സ്പ്രസ് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ജോബിൽ എന്തെങ്കിലും ഒരു എലമെന്റ് മൂലം അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ പോവുകയാണ്, അല്ലെങ്കിൽ അത് അയാളെ ഡിസ്റ്റർബ് ചെയ്യാണ്. ഒരു സിറ്റുവേഷൻ ആണ് ഡിസാറ്റിസ്ഫാക്ഷൻ. ചിലപ്പോൾ അയാൾ അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ അയാൾ അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. എ കംപ്ലൈൻറ്റ്. ഇനി ഡിസാറ്റിസ്ഫാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നെക്സ്റ്റ് വരിക കംപ്ലൈൻറ്റ്. എ സ്പോക്കൺ ഓർ റിട്ടൺ ഡിസാറ്റിസ്ഫാക്ഷൻ ബ്രോട്ട് ടു ദി അറ്റൻഷൻ ഓഫ് സൂപ്പർവൈസർ ഓർ ദ ഷോപ്പ് സ്റ്റിവേർഡ് ഓർ ഇൻചാർജ്. അപ്പോൾ കംപ്ലൈൻറ്റ് ആദ്യം ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു, ദെൻ ഹി റൈസസ് എ കംപ്ലൈൻറ്റ്. ഇറ്റ് മേ ബി റിട്ടൺ ഓർ സ്പോക്കൺ. The complaint may be given, written or spoken. The dissatisfaction brought to the attention of the supervisor. സൂപ്പർവൈസറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഇങ്ങനെ ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ട് എന്ന് നമ്മൾ സൂപ്പർവൈസറുടെ അടുത്ത് നമ്മൾ കൊണ്ടുവരിക. എന്താ പറയുക, ഡിസാറ്റിസ്ഫാക്ഷൻ അവിടെ നമ്മൾ പ്രസന്റ് ചെയ്യുക. നമ്മൾ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറുടെ അടുത്ത്, അല്ലെങ്കിൽ ഷോപ്പ് സ്റ്റിവാർഡ് ഇൻചാർജിന്റെ അടുത്ത് നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് കംപ്ലൈൻറ്റ്. ഫസ്റ്റ് വിൽ ഹാവ് dissatisfaction, that is a disturbance to the employee, whether or not the disturbance is expressed in words. Then the dissatisfaction moves in a complaint. It written or spoken dissatisfaction brought to the attention of the supervisor, it will become a complaint. Then the next, it will become a grievance. A complaint that has been formally presented to a management representative or to a union official. അപ്പോൾ നമുക്ക് ആദ്യം ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി, അതിനുശേഷം നമ്മളത് കംപ്ലൈന്റ് ആക്കി. കംപ്ലൈന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഫോർമലി മാനേജ്മെന്റിനെ പ്രസന്റ് ചെയ്യുകയാണ്. അങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഗ്രീവൻസസ് നമ്മൾ മാനേജ്മെന്റിനെ പ്രസന്റ് ചെയ്യുമ്പോഴാണ് അത് ഈ കംപ്ലൈന്റ് ഒരു ഗ്രീവൻസ് ആയിട്ട് മാറുന്നത്, ഒരു പരാതിയായിട്ട് നമ്മൾ മാറുന്നത്. ഗ്രീവൻസസ്, എ കംപ്ലൈന്റ് ദാറ്റ് ഹാസ് ബീൻ ഫോർമലി പ്രസന്റഡ് ടു ദ മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ്. അതായത് ഡിസാറ്റിസ്ഫാക്ഷൻ കഴിഞ്ഞ് കംപ്ലൈന്റ് കഴിഞ്ഞ് അതൊരു ഫോർമലി പ്രസന്റ് ചെയ്യുമ്പോൾ, മാനേജ്മെന്റിന്റെ മുമ്പിൽ ആ കംപ്ലൈന്റ് നമ്മൾ ഫോർമലി പ്രസന്റ് ചെയ്യുമ്പോഴാണ് അതൊരു ഗ്രീവൻസസ് ആയിട്ട് മാറണേ. ഒന്നുകിൽ നമ്മളത് മാനേജ്മെന്റിന് മുൻപേ ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ യൂണിയനോടായിരിക്കും നമ്മളത് ഈ കംപ്ലൈന്റ് ഫോർമലി നമ്മൾ പ്രസന്റ് ചെയ്യാം. അതാണ് ഗ്രീവൻസസ്. മെയിൻലി ദ ഗ്രീവൻസസ് മീൻസ് ദ കംപ്ലൈന്റ്സ് ഫ്രം ദ എംപ്ലോയി. Some definitions of grievances. A grievance is a formal dispute between an employee and management on the condition of employment. Grievances means a formal dispute between the employer and employee on the terms of employment. At the time of giving employment, the management and there is an agreement between the employee and the employer. If there is any clash between the terms and terms of employment, the employee will have grievances. Grievances is a formal dispute between an employer and employee on the condition of employment. Employment കണ്ടീഷനുമായി ബന്ധപ്പെട്ട് എംപ്ലോയർക്കും എംപ്ലോയിക്കും ഇടയിൽ വരുന്ന ഒരു ഫോർമൽ ഡിസ്പ്യൂട്ടിനെ നമുക്ക് ഗ്രീവൻസ് എന്ന് പറയാം. Grievances are complaints that have been formally registered in accordance with the grievance procedure. Grievances are complaints that have been formally registered in accordance with the grievance procedure.
ഗ്രീവൻസസ് എന്ന് പറയുന്നത് കംപ്ലൈൻസ് ആണ്, പക്ഷെ അത് ഫോർമലി രജിസ്റ്റർ ചെയ്യണം. ഗ്രീവൻസ് പ്രൊസീജിയർ ഉണ്ട്, സ്റ്റെപ്പുകൾ ഉണ്ട് ഗ്രീവൻസ് പ്രൊസീജിയറിൽ. ആ ഗ്രീവൻസ് പ്രൊസീജിയർ അനുസരിച്ച് ഫോർമലി ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് അത് ഗ്രീവൻസസ് ആയിട്ട് മാറുന്നത്. എ ഗ്രീവൻസസ് ഈസ് എനി ഡിസാറ്റിസ്ഫാക്ഷൻ ഓർ ഫീലിംഗ് ഓഫ് ഇൻജസ്റ്റിസ് ഇൻ കണക്ഷൻ വിത്ത് വൺസ് എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ ദാറ്റ് ഈസ് ബ്രോട്ട് ടു ദ അറ്റൻഷൻ ഓഫ് ദി മാനേജ്മെന്റ്. ഇനി തേർഡ് ഡെഫിനിഷൻ പറയുന്നത് ഇതാണ്. ഗ്രീവൻസ് മീൻസ് എനി ഡിസാറ്റിസ്ഫാക്ഷൻ ഓർ ഫീലിംഗ് ഓഫ് ഇൻജസ്റ്റിസ്. അവർക്ക് ഫീൽ ചെയ്യാണ് അവിടെ ഇൻജസ്റ്റിസ് ആണ് എന്ന്, അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യാണ് എംപ്ലോയ്മെന്റ് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട്. അത് മാനേജ്മെന്റിന്റെ അറ്റൻഷനിൽ കൊണ്ടുവരുമ്പോഴും അതൊരു ഗ്രീവൻസ് ആണ്. 3 തരം. 1 ഫോർമൽ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി, ഗ്രീവൻസ് ആണ്. എംപ്ലോയി ഒരു ഗ്രീവൻസ് പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗ്രീവൻസ് ആണ്. ദെൻ എംപ്ലോയിക്ക് വരുന്ന ഏതെങ്കിലും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ മാനേജ്മെന്റിന്റെ മുൻപിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഗ്രീവൻസസ് ആണ്. ഓക്കെ, താങ്ക് യു.